കസ്റ്റഡിയിലുണ്ടായിരുന്ന ആൾ മരിച്ചതിനെ തുടർന്ന് കർണാടകയിലെ ദാവാനഗരയിൽ സംഘർഷം. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തു. ചന്നഗിരി സ്വദേശിയായ ആദിലാണ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചത്. സ്റ്റേഷൻ വളപ്പിലെ വാഹനങ്ങളും അക്രമാസക്തരായ ജനക്കൂട്ടം തകർത്തു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് സംഭവം? വേണു, വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ആദിൽ എന്ന് പറയുന്ന യുവാവിനെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചന്നഗിരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു അടിപിടി കേസാണത്. ആ കേസിൽ ഈ ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കസ്റ്റഡിയിൽ വെച്ച് ആദിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്നതാണ് പുറത്തു വന്ന വിവരം. എന്നാൽ ഈ നാട്ടുകാർ, ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ആരോപിക്കുന്നത് ഈ കസ്റ്റഡിയിൽ വെച്ച് പോലീസ് അതിക്രൂരമായി യുവാവിനെ മർദ്ദിച്ചിട്ടുണ്ട്. ഈ മർദ്ദനത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നതാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇന്നലെ രാത്രി മുതൽ വ്യാപകമായ പ്രതിഷേധം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ സംഘടിച്ചെത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. പോലീസ് സ്റ്റേഷൻ ഉപകരണങ്ങൾ ഈ വാതിലിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ജനാല ചില്ലുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന 8 വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. 5 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിൽ പരിക്കുണ്ട്. പിന്നീട് ഉന്നത പോലീസ് സംഘം ഇവിടെ എത്തി. ദാവനഗര എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അവിടെ എത്തിയാണ് സംഘർഷത്തിന് അല്പം ഒരു അയവ് വന്നിട്ടുള്ളത്. ഈ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദനം നടത്തിയിട്ടുണ്ടെന്നും ഇതിന് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കും എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ സംഘർഷത്തിന് അയവുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ അവിടെ വലിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തെ തുടർന്നാണ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ അടിച്ചു തകർത്തത്. വേണു, അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.